ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ആയ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സിൻ്റെ യൂസ് എന്താണ് എന്നുള്ള ചാപ്റ്ററിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് എ സ്ട്രക്ചർഡ് ഫ്രെയിം വർക്ക്. സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർഡ് ഫ്രെയിം വർക്ക്സ് ആണ്. നമ്മളിത് കൂടുതലും ഗ്രാഫ് പേപ്പറിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മളിത് കോർഡിനേറ്റ്സ് എന്താണ് നമ്മുടെ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ കോർഡിനേറ്റ്സിൽ വരുന്നത് നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക? ആ ഗ്രാഫിൽ കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട്, കറക്റ്റ് ഫിസിക്കൽ ലൊക്കേഷനിൽ എന്ത് ചെയ്യാനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ 2D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ദി 2D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുക. ഇതെന്താണ്? 2 റൈറ്റ് ആംഗിൾസ്, അതായത് 2 ലൈൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ആംഗിൾസ് പോലെ 2 ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇൻ്റർസെക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ ഞാൻ ഒറിജിൻ എന്ന് വിളിക്കും. ആ 0 ആണ്, ഒറിജിൻ്റെ പോയിൻ്റ് 0 ആണ്. ആ 0യ്ക്ക് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും നമുക്ക് എന്തുണ്ട്? ആക്സസ് ഉണ്ട്. അതുപോലെ 0യ്ക്ക് അപ്വേർഡ്സും ഡൗൺവേർഡ്സും ആക്സസ് ഉണ്ട്. 0യുടെ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ആക്സസിനെ ഞാൻ എന്തെന്ന് വിളിക്കാം? എക്സ് ആക്സസ് എന്നും 0യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ആക്സസിനെ എക്സ് ഡാഷ് എന്നും വിളിക്കാം. റീസൺ, 0യുടെ റൈറ്റ് സൈഡ് പോകുന്നത് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ദെൻ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. വൺ ഓഫ് ദ ലൈൻസ് ടു ബി ഹോറിസോണ്ടൽ, ഹോറിസോണ്ടലി പോകുന്ന ലൈൻസിനെ നമുക്ക് എക്സ് ആക്സസ് എന്നും വെർട്ടിക്കലി പോകുന്ന ലൈൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വൈ ആക്സസ് എന്നും വിളിക്കാം. The point of intersection of the x-axis and the y-axis, x-axisഉം y-axisഉം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ദ പോയിന്റ് ഈസ് കോൾഡ് ദ ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x-axisഉം y എന്ന പോയിന്റ്, x എന്ന പോയിന്റ് 0 0 ആയിരിക്കും. അപ്പോൾ x, y 0 0 ആയിരിക്കും. The plane in which the axes are situated is called the Cartesian plane or the coordinate plane or the xy plane. നമുക്ക് ഈ പ്ലെയിനെ എന്തെന്ന് വിളിക്കാം? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നോ കോർഡിനേറ്റ് പ്ലെയിൻ എന്നോ ഓർ XY പ്ലെയിൻ എന്നോ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 0യ്ക്ക് റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സാണ്, 0യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സാണ്. അപ്വേർഡ്സ് പോകുന്നത് എന്താണ്? പോസിറ്റീവും വൈ ആക്സിസ്, ഡൗൺവേർഡ്സ് പോസിറ്റീവ്, നെഗറ്റീവ്, വൈ ആക്സിസ്. നമ്മൾ കോർഡിനേറ്റ്സ് എപ്പോഴും മാർക്ക് ചെയ്യുന്നത് എക്സ് കോമ വൈ, ഇങ്ങനെ ഓപ്പണിംഗ് ബ്രാക്കറ്റിനകത്ത് എക്സ് കോമ വൈ എന്ന്. ഫസ്റ്റ് എക്സ് ആക്സിസും സെക്കൻഡ് വൺ വൈ ആക്സിസും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് ഹാസ് കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോം. ഒരു പോയിന്റ് എക്സ് ആക്സിസിൽ മാത്രമാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ വൈ ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ എക്സും വൈ ആക്സിസിൽ പോയിന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിലാണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ പറയാം? എക്സ് ആക്സിസ് അവിടെ 0 ആയിരിക്കും, വൈ ആക്സിസിൽ മാത്രമായിരിക്കും അവിടെ നമുക്ക് പോയിന്റ് കാണാൻ പറ്റുക. ഒറിജിൻ O കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒറിജിൻ Oയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0, 0 ആയിരിക്കും. ദി എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്, വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വൈ ആക്സിസിൽ എവിടെയെങ്കിലും നമുക്കൊരു പോയിന്റ് എക്സിൻ്റെ പോയിന്റ് വരികയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? എക്സിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അവിടെ 0, y ആയിരിക്കും നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ എവിടെയെങ്കിലും വൈ കോർഡിനേറ്റ് വരുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? x, 0. അപ്പോൾ അതായത് അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിട്ട് പോകും. വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് ഈസ് 0. നെക്സ്റ്റ് ടോപ്പിക്, എന്താണ് ക്വാഡ്രന്റ്? ദ ആക്സിസ് ഡിവൈഡ് ദ പ്ലെയിൻ ഇൻറ്റു 4 പാർട്സ്. നമ്മുടെ ഈ ആക്സിസ് 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 4 പാർട്സിനെ പറയുന്ന നൈമിംഗ് ആണ് ക്വാഡ്രന്റ് എന്ന് വിളിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, അറ്റ് ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസാണ് ക്വാഡ്രന്റ് മാർക്ക് ചെയ്യുക.
അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് ആക്സസും വൈ ആക്സസും അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എക്സ് ആൻഡ് വൈ ആക്സസ് വിൽ ബി പോസിറ്റീവ്. സെക്കൻഡ് ക്വാർട്ടറിൽ എത്തുമ്പോഴേക്കും നമ്മുടെ എക്സ് ആക്സസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, വൈ ആക്സസ് പോസിറ്റീവ്. അപ്പോൾ അവിടുത്തെ സൈൻ ഫോം എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ്, എക്സ് ആക്സസ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ദെൻ തേർഡ് ക്വാഡ്രൻറ്റിലോട്ട് എത്തുമ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടിൻ്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്സ് ആയിരിക്കും. അറ്റ് ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റ് എക്സ് കോർഡിനേറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ദ വൈ കോർഡിനേറ്റ് ഈസ് നെഗറ്റീവ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദെൻ വൈ കോർഡിനേറ്റ് ഈസ് പോസിറ്റീവ്. അടുത്ത സൈൻ ഫോം എന്ന് പറയുമ്പോൾ എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ എക്സ് ആക്സസ് നെഗറ്റീവ് ആയിരിക്കും, വൈ ആക്സസ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ സൈൻ ഫോം നെഗറ്റീവ് പോസിറ്റീവ്, അതായത് എക്സ് ആക്സസ് പോസിറ്റീവും വൈ ആക്സസ് നെഗറ്റീവ്. നമ്മൾ എപ്പോഴും കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് എക്സ് ആക്സസ് എക്സ് കോർഡിനേറ്റും സെക്കൻഡ് വൺ ആയിരിക്കും വൈ കോർഡിനേറ്റും എഴുതുക. That quadrant is x-axis is negative and the y-axis is negative. The sign form x coordinate and y coordinate negative ആയിരിക്കും. Then fourth quadrant is x coordinate is positive, y coordinate is negative, and the sign form is x coordinate is positive and the y coordinate is negative. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ 2 ടോപ്പിക്സാണ് നമ്മളിന്ന് പറഞ്ഞത്. സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.